ഇന്ന് നമ്മൾ നോക്കുന്നത് 2023 നടന്ന ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 38/2023. ഇതിൽ 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും 20 മലയാളം ക്വസ്റ്റ്യൻസും ഉണ്ട്. ആദ്യം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ, നൈദർ യു നോർ ഐ ഡാഷ് റൈറ്റ്. നൈദർ യു നോർ ഐ ഡാഷ് right. Option A are, option B is, option C am, option D was. PSCയുടെ ഫൈനൽ കീ പ്രകാരം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. പക്ഷെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് തന്നിട്ടുമുണ്ട്. ഓപ്ഷൻ സി ആം ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. നൈദർ യു നോർ ഐ ആം റൈറ്റ്. നമ്മൾ രണ്ട് സെന്റൻസുകളെ ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ, നോർ എന്നിവ കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് നിയമം അനുസരിച്ച് രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് ഉപയോഗിക്കാൻ. രണ്ട് സെന്റൻസുകളെ ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ, നോർ എന്നിവ കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് നിയമം അനുസരിച്ച് രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് ഉപയോഗിക്കാൻ. തന്നിരിക്കുന്ന സെന്റൻസിൽ ആദ്യത്തെ സബ്ജക്റ്റ് യുവും രണ്ടാമത്തെ സബ്ജക്റ്റ് ഐയുമാണ്. അപ്പോൾ നമ്മൾ ഐ എന്ന സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് ഉപയോഗിക്കാൻ. ഇനി പ്രസന്റ് ടെൻസിൽ ഐയുടെ കൂടെ ഉപയോഗിക്കുന്ന വെർബ് ആം ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആം ആണ്. നൈദർ യു നോർ ഐ ആം റൈറ്റ്. 62ാമത്തെ ക്വസ്റ്റ്യൻ, the bouquet of roses dash given to the guest at the last party. The bouquet of roses dash given to the guest at the last party. Option A is, option B was, option C have, option D are. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി was ആണ്. The bouquet of roses was given to the guest at the last party. ഇനി ഇവിടെ എങ്ങനെയാണ് വോസ് വന്നത് നോക്കിക്കേ. ഇവിടുത്തെ സബ്ജക്റ്റ് ദ ബൊക്കെ ഓഫ് റോസസ് എന്നാണ് അല്ലേ? സബ്ജക്റ്റ് ദ ബൊക്കെ ഓഫ് റോസസ് എന്നാണ്. റോസസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. പക്ഷേ ദ ബൊക്കെ ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. പൂച്ചെണ്ട് എന്നാണ് ദ ബൊക്കെ ഓഫ് റോസസ് എന്നുള്ളതിന്റെ മീനിങ് വരുന്നത്. അപ്പോൾ പൂച്ചെണ്ട് എന്ന് പറയുന്നത് അതൊരു സിംഗുലാർ വേർഡാണ്. അതുപോലെ തന്നെ സെന്റൻസിന്റെ ലാസ്റ്റ് അറ്റ് ദ ലാസ്റ്റ് പാർട്ടി എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരു പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അതുകൊണ്ടിവിടെ നമ്മൾ പാസ്റ്റ് ടെൻസിലുള്ള സിംഗുലാർ ഓക്സിലറി വെർബാണ് ചേർക്കേണ്ടത്. എന്താണ്? തന്നിരിക്കുന്ന സെന്റൻസ് ഒരു പാസ്റ്റ് ടെൻസിലുള്ളതാണ്. അതുപോലെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ വാസ് വന്നത്. ദ ബൊക്കെ ഓഫ് റോസസ് വാസ് ഗിവൻ ടു ദ ഗസ്റ്റ് at the last party. 63ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ, we need $200 dash this to pay for everything. We need $200 dash this to pay for everything. Option A as well, option B also, option C beside, option D besides. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ബിസൈഡ്സ്. വി നീഡ് $200 ബിസൈഡ്സ് ദിസ് ടു പേ ഫോർ എവറിത്തിങ്. അതായത് കയ്യിലുള്ളത് കൂടാതെ $200 കൂടി ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നാണ് തന്നിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ് വരുന്നത്. അപ്പോൾ കയ്യിലുള്ളത് കൂടാതെ കൂടുതൽ വേണം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് ബിസൈഡ്സ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു, കൂടാതെ എന്നാണ് അർത്ഥം. കൈവശമുള്ള പണത്തിന് പുറമെ അഡീഷണലായിട്ട് കുറച്ച് പണം കൂടെ വേണം. അതുകൊണ്ടാണ് ബിസൈഡ്സ് ചേർക്കുന്നത്. ഇനി ബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത് അല്ലെങ്കിൽ സമീപത്ത്. ഫോർ എക്സാമ്പിൾ, ഹി സാറ്റ് ബിസൈഡ് മീ, അവൻ എൻ്റെ അടുത്തിരുന്നു. അപ്പം അടുത്ത് അല്ലെങ്കിൽ സമീപത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ബിസൈഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ ആസ് വെൽ എന്ന് പറഞ്ഞാൽ സാധാരണയായി വാചകത്തിന്റെ അവസാനമാണ് ചേർക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വോണ്ട് ദാറ്റ് ആസ് വെൽ.
എനിക്ക് അതും കൂടി വേണം. അതുപോലെ ഓൾസോ എന്ന് പറഞ്ഞാൽ ഒരു ആഡ്വേർബാണ്. വി ഓൾസോ നീഡ് $200 എന്ന് പറയാം. പക്ഷെ തന്നിരിക്കുന്ന സെന്റൻസിൽ ബ്ലാങ്കിന് ശേഷം ദിസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ദിസ് ഉള്ളതിനാൽ ഈ ഓൾസോ എന്ന് പറയുന്ന വേർഡ് യോജിക്കത്തില്ല. അപ്പോൾ ബിസൈഡ്സ് ആണ് കറക്റ്റായ ആൻസർ. 65ാമത്തെ ക്വസ്റ്റ്യൻ, ടു മേക്ക് എ ക്ലീൻ ബ്രസ്റ്റ് ഓഫ് മീൻസ്. ഓപ്ഷൻ എ ടു ഗെയിൻ പ്രോമിനൻസ്, ഓപ്ഷൻ ബി ടു പ്രൈസ് വൺ സെൽഫ്, ഓപ്ഷൻ സി ടു കൺഫസ് വിത്തൗട്ട് റിസർവ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ടു മേക്ക് എ ക്ലീൻ ബ്രസ്റ്റ് ഓഫ് മീൻസ് ടു കൺഫസ് വിത്തൗട്ട് റിസർവ്, കുറ്റസമ്മതം നടത്തുക. ഇനി ടു ഗെയിൻ പ്രോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രശസ്തി നേടുക. ടു ഗെയിൻ പ്രോമിനൻസ് എന്ന് പറഞ്ഞാൽ പ്രശസ്തി നേടുക. ടു പ്രൈസ് വൺ സെൽഫ്, സ്വയം പുകഴ്ത്തുക, ആത്മപ്രശംസ നടത്തുന്നതിനാണ് ടു പ്രൈസ് വൺ സെൽഫ് എന്ന് പറയുന്നത്. ടു പ്രൈസ് വൺ സെൽഫ് മീനിങ് വരുന്ന ഒരു ഇഡിയമാണ് ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ്. ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് എന്ന ഇഡിയത്തിന്റെ അർത്ഥം ടു പ്രൈസ് വൺ സെൽഫ്. 66ാമത്തെ ക്വസ്റ്റ്യൻ, സുകന്യ സ്റ്റുഡ് ബൈ ഹെർ ഹസ്ബൻഡ് ഇൻ വീൽ ആൻഡ് വോ. ഇതിൽ വീൽ ആൻഡ് വോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സുകന്യ സ്റ്റുഡ് ബൈ ഹെർ ഹസ്ബൻഡ് ഇൻ വീൽ ആൻഡ് വോ. ഓപ്ഷൻ എ ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ, ഓപ്ഷൻ ബി ഡ്യൂറിംഗ് ഇൽനെസ്, ഓപ്ഷൻ സി ബൈ ഹൂക്ക് ഓർ ക്രൂക്ക്, ഓപ്ഷൻ ഡി ഇൻ പ്രോസ്പെരിറ്റി ആൻഡ് അഡ്വേഴ്സിറ്റി. വീൽ ആൻഡ് വോ, വീൽ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, വോ എന്ന് പറഞ്ഞാൽ ദുഃഖം. അപ്പം സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുക എന്ന മീനിങ് വരുന്നത് എന്താണ്? ഇൻ പ്രോസ്പെരിറ്റി ആൻഡ് അഡ്വേഴ്സിറ്റി. വീൽ ആൻഡ് വോ എന്നതിന്റെ അർത്ഥമാണ് ഇൻ പ്രോസ്പെരിറ്റി ആൻഡ് അഡ്വേഴ്സിറ്റി, സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുക. ബൈ ഹൂക്ക് ഓർ ക്രൂക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്നാണ് അതിന്റെ അർത്ഥം. ബൈ ഹൂക്ക് ഓർ ക്രൂക്ക്, എങ്ങനെയെങ്കിലും. ഇനി 68ാമത്തെ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ആൻസർ എഴുതാനാണ്. അത് സാധാരണ നോർമൽ എക്സാംസിന് വരുന്നതല്ല. ഇതുപോലെ ടൈപ്പിസ്റ്റ് പോലുള്ള എക്സാംസിന് മാത്രമേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുള്ളൂ. 69ാമത്തെ ക്വസ്റ്റ്യൻ, ദ വേർഡ് യൂത്തനേഷ്യ മീൻസ് ഡാഷ്. ദ വേർഡ് യൂത്തനേഷ്യ മീൻസ് ഡാഷ്. ഓപ്ഷൻ എ ഡംനെസ്, ഓപ്ഷൻ ബി ലോൺലിനെസ്, ഓപ്ഷൻ സി പെയിൻലെസ് കില്ലിംഗ്, ഓപ്ഷൻ ഡി ഹാപ്പിനെസ്. യൂത്തനേഷ്യ എന്ന വേർഡിന്റെ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി പെയിൻലെസ് കില്ലിംഗ്. ഇനി ഡംബ്നെസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മണ്ടത്തരം എന്നാണ്. ഡംബ്നെസ്, മണ്ടത്തരം. അപ്പം യൂത്തനേഷ്യ എന്ന വേർഡിന്റെ മീനിങ് ആണ് പെയിൻലെസ് കില്ലിംഗ്. 70ാമത്തെ ക്വസ്റ്റ്യൻ, ദീസ് ഡോഗ്സ് ഫൈൻഡ് കരിയർ ഇൻ ഡാഷ്. ദീസ് ഡോഗ്സ് ഫൈൻഡ് കരിയർ ഇൻ ഡാഷ്. ഡോഗ്സിനെ ഏത് കരിയറിലാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ആനിമൽ ഷെൽട്ടറിംഗ്, ഓപ്ഷൻ ബി കൺസർവേഷൻ റിസർച്ച്, ഓപ്ഷൻ സി പേഴ്സണാലിറ്റി, ഓപ്ഷൻ ഡി മോട്ടിവേഷൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ തന്നിരിക്കുന്നത് കോൺവെർസേഷൻ റിസർച്ച് എന്നാണ്, പക്ഷെ കൺസർവേഷൻ റിസർച്ച് എന്നാണ് ആ വേർഡ് വരേണ്ടിയത്. അതായത് സംരക്ഷണ ഗവേഷണം, അതിലാണ് ഈ ഡോഗ്സിനെ ഉപയോഗിക്കുന്നത്. ദീസ് ഡോഗ്സ് ഫൈൻഡ് കരിയർ ഇൻ കൺസർവേഷൻ റിസർച്ച്. ഇനി 71ാമത്തെ ക്വസ്റ്റ്യൻ, ആന്റോണിം ഓഫ് യൂത്തനേഷ്യ. നേരത്തെ നമ്മൾ യൂത്തനേഷ്യയുടെ മീനിങ് ആയിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആന്റോണിം ആണ്. ഓപ്ഷൻ എ ഡൈസ്തനേഷ്യ, ഓപ്ഷൻ ബി ഫൂത്തനേഷ്യ, ഓപ്ഷൻ സി ഹയാറ്റസ്, ഓപ്ഷൻ ഡി ആന്റോണോമാസിയ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡൈസ്തനേഷ്യ. യൂത്തനേഷ്യയുടെ ആന്റോണിം ആണ് ഡൈസ്തനേഷ്യ. യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ പെയിൻലെസ് കില്ലിംഗ് ആണ്. എന്നാൽ ഡൈസ്തനേഷ്യ എന്ന് പറഞ്ഞാൽ മരണം നീട്ടിക്കൊണ്ടു പോവുക, ആ മരണം വരെ വേദന അനുഭവിക്കുക. ഹയാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹയാറ്റസ് ഒരു പ്രവൃത്തിക്കിടയിലുള്ള ചെറിയ ഇടവേളയ്ക്കാണ് പറയുന്നത് ഹയാറ്റസ്. ഒരു പ്രവൃത്തിക്കിടയിലുള്ള ചെറിയ ഇടവേളയ്ക്കാണ് ഹയാറ്റസ് എന്ന് പറയുന്നത്.
ആന്റോണോമേഷ്യ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ പേരിന് പകരം ഒരു സ്ഥാനപ്പേരോ വിശേഷണമോ ഉപയോഗിച്ച് വിളിക്കുക. ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ പേരിന് പകരം ഒരു സ്ഥാനപ്പേരോ ഒരു വിശേഷണമോ ഉപയോഗിച്ച് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, സച്ചിൻ തെണ്ടുൽക്കർ വിളിക്കുന്ന പേരാണ് മാസ്റ്റർ ബ്ലാസ്റ്റർ. ഒരു വിശേഷണമോ ഒരു സ്ഥാനപ്പേരോ ഉപയോഗിച്ച് വിളിക്കുന്നതിനാണ് ആന്റോണോമേഷ്യ എന്ന് പറയുന്നത്. 72ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ യു ഡാഷ് തിങ്ക് ഓഫ് എ ബെറ്റർ ഐഡിയ? ക്യാൻ യു ഡാഷ് തിങ്ക് ഓഫ് എ ബെറ്റർ ഐഡിയ? തിങ്ക് ഓഫിന് സമാനമായ അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫൈൻഡ് ഔട്ട്, ഓപ്ഷൻ ബി പോയിന്റ് ഔട്ട്, ഓപ്ഷൻ സി പിക്കപ്പ്, ഓപ്ഷൻ ഡി കം അപ്പ് വിത്ത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കം അപ്പ് വിത്ത്. ക്യാൻ യു കം അപ്പ് വിത്ത് എ ബെറ്റർ ഐഡിയ? കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ആശയമോ പദ്ധതിയോ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമോ കണ്ടെത്തുക. എന്താണ് കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ? ഒരു പുതിയ ആശയമോ പദ്ധതിയോ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമോ കണ്ടെത്തുക. ഇനി ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അന്വേഷിച്ച് കണ്ടെത്തുക. ഒരു കാര്യം അന്വേഷിച്ച് കണ്ടെത്തുന്നതിനാണ് ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്നത്. എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനോ ചൂണ്ടിക്കാണിക്കുന്നതിനോ പറയുന്ന പേരാണ് പോയിന്റ് ഔട്ട്. എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനോ ചൂണ്ടിക്കാണിക്കുന്നതിനോ പറയുന്നതാണ് പോയിന്റ് ഔട്ട്. ഇനി എന്തെങ്കിലും താഴെ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ ആരെയെങ്കിലും പോയി കൂട്ടിക്കൊണ്ടുവരികയോ ചെയ്യുന്നതിനാണ് പിക്കപ്പ് എന്ന് പറയുന്നത്. എന്തെങ്കിലും താഴെ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ ആരെയെങ്കിലും പോയി കൂട്ടിക്കൊണ്ടുവരികയോ ചെയ്യുന്നതിനാണ് പിക്കപ്പ് എന്ന് പറയുന്നത്. 73ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഇനി 74ാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റസ് പ്ലേ ഡാഷ് ചെസ്. ഓപ്ഷൻ എ നോ ആർട്ടിക്കിൾ, ഓപ്ഷൻ ബി എ, ഓപ്ഷൻ സി ആൻഡ്, ഓപ്ഷൻ ഡി ദ. ആർട്ടിക്കിൾ ചേർക്കാനാണ് ക്വസ്റ്റ്യൻ. ലെറ്റസ് പ്ലേ ഡാഷ് ചെസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നോ ആർട്ടിക്കിൾ. ഇവിടെ ആർട്ടിക്കിൾ ഒന്നും തന്നെ ചേർക്കണ്ട. ഇംഗ്ലീഷ് ഗ്രാമറിൽ നിയമം അനുസരിച്ച് കളികളുടെയോ കായിക വിനോദങ്ങളുടെയോ പേരിന് മുൻപിൽ സാധാരണയായി ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാറില്ല. ഇംഗ്ലീഷ് ഗ്രാമറിൽ നിയമം അനുസരിച്ച് കളികളുടെയോ കായിക വിനോദങ്ങളുടെയോ പേരിന് മുൻപിൽ സാധാരണയായി ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല. ഇവിടെ തന്നിരിക്കുന്ന ചെസ്സാണ്, അതൊരു കളിയാണ്. അപ്പോൾ അതിനു മുന്നിൽ യാതൊരു ആർട്ടിക്കിളും ഉപയോഗിക്കാൻ പാടില്ല. ലെറ്റസ് പ്ലേ ചെസ് എന്ന് മാത്രമേ പറയൂ. 75ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഏതാണെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ അഡ്യുലേഷൻ. ഇനി 76ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ എ കൗണ്ട് ഡാഷ് യുവർ ഹെൽപ്പ്? ഓപ്ഷൻ എ വിത്ത്, ഓപ്ഷൻ ബി ഇൻ, ഓപ്ഷൻ സി ഓൺ, ഓപ്ഷൻ ഡി ഫോർ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഓൺ. ക്യാൻ ഐ കൗണ്ട് ഓൺ യുവർ ഹെൽപ്പ്? കൗണ്ട് ഓൺ എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വെർബാണ്. ഒരാളെ വിശ്വസിക്കുക അല്ലെങ്കിൽ ഒരാളുടെ സഹായം പ്രതീക്ഷിക്കുക എന്നാണ് കൗണ്ട് ഓൺ എന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം. ഇവിടെ തന്നിരിക്കുന്നത് ക്യാൻ ഐ കൗണ്ട് ഓൺ യുവർ ഹെൽപ്പ്? എനിക്ക് നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാമോ എന്നാണ്. അപ്പോൾ ഒരാളെ വിശ്വസിക്കുക അല്ലെങ്കിൽ ഒരാളുടെ സഹായം പ്രതീക്ഷിക്കുക എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബാണ് കൗണ്ട് ഓൺ. ഇനി കൗണ്ട് വിത്ത് എന്നൊരു പ്രയോഗം ഇല്ല. കൗണ്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്തുക. ഒരാളെ ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്തുന്നതിനാണ് കൗണ്ട് ഇൻ എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പ്ലീസ് കൗണ്ട് മീ ഇൻ ഫോർ ദ ട്രിപ്പ്. അടുത്ത കൗണ്ട് ഫോർ. കൗണ്ട് ഫോർ എന്ന് പറഞ്ഞാൽ ഒരു മൂല്യം ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, യുവർ ഒപ്പീനിയൻ കൗണ്ട്സ് ഫോർ എ ലോട്ട് ഇൻ ദിസ് മാറ്റർ. ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾക്കൊരു മൂല്യം ഉണ്ടാകുന്നതിന് ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് കൗണ്ട് ഫോർ. 77ാമത്തെ ക്വസ്റ്റ്യൻ, ചേഞ്ച് എ സെന്റൻസ് ടു പാസീവ്. പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ്. ഹി ഈസ് റൈറ്റിംഗ് ദ ബുക്ക്. ഓപ്ഷൻ എ, ദ ബുക്ക് ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. ഓപ്ഷൻ ബി, ദ ബുക്ക് ഈസ് ബീങ് റിട്ടൺ ബൈ ഹിം. ഓപ്ഷൻ സി, ദ ബുക്ക് ഈസ് റിട്ടൺ ബൈ ഹിം. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദ ബുക്ക് ഈസ്
ബീങ് റിട്ടൺ ബൈ ഹിം. തന്നിരിക്കുന്ന സെന്റൻസ് ഹി ഈസ് റൈറ്റിംഗ് ദ ബുക്ക്, അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം നമ്മൾ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പം എന്ത് വേണം? സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് പ്ലസ് V3. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് പ്ലസ് V3. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ഹി ഈസ് റൈറ്റിംഗ് ദ ബുക്ക്, അത് പാസീവിലോട്ട് മാറ്റുമ്പോൾ തന്നിരിക്കുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് ആയിരിക്കും അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരിക. ഇവിടെ തന്നിരിക്കുന്ന ദ ബുക്കാണ് ഒബ്ജക്റ്റ്. അപ്പം പാസീവില് ദ ബുക്ക് ആയിരിക്കും സബ്ജക്റ്റ് ആയിട്ട് വരിക. അതുപോലെ തന്നിരിക്കുന്നതിൽ ഓക്സിലറി വെർബ് ഈസ് ആണ്. അപ്പം ദ ബുക്ക് ഈസ്, റൈറ്റിംഗ് വന്നതുകൊണ്ട് ബീയിങ് ചേർക്കണം. ബീയിങ് റിട്ടൺ ബൈ ഹിം. ദ ബുക്ക് ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. ഇനി ഓപ്ഷൻ എയില് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് അത് ആൻസർ ആയിട്ട് വരത്തില്ല. അതുപോലെ ഓപ്ഷൻ സിയിൽ പ്രസന്റ് ടെൻസ് ആണ്, അപ്പോൾ അതും ആൻസർ ആയിട്ട് വരത്തില്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 78ാമത്തെ ക്വസ്റ്റ്യൻ. ദ പോലീസ്മാൻ സെഡ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദിസ് ഇസ് ദ വർക്ക് ഓഫ് എ പ്രൊഫഷണൽ റോബർ. റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റാനാണ്. ദ പോലീസ്മാൻ സെഡ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദിസ് ഇസ് ദ വർക്ക് ഓഫ് എ പ്രൊഫഷണൽ റോബർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ പോലീസ്മാൻ സെഡ് ദാറ്റ് ദിസ് വാസ് ദ വർക്ക് ഓഫ് എ പ്രൊഫഷണൽ റോബർ. ഇനി ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്. അത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഇൻവെർട്ടർ കോമയ്ക്കുള്ളിലെ സെന്റൻസിലും മാറ്റങ്ങൾ വരുത്തണം. അതുപോലെ ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസന്റ് ടെൻസ് തന്നിരിക്കുന്നതുകൊണ്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അത് പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. അതുപോലെ കൺജങ്ഷൻ ദാറ്റ് ഉപയോഗിക്കണം. ദ പോലീസ്മാൻ സെഡ് ദാറ്റ് ദിസ് വാസ് ദ വർക്ക് ഓഫ് എ പ്രൊഫഷണൽ റോബർ. 79ാമത്തെ ക്വസ്റ്റ്യൻ. കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്തൊരു സെന്റൻസ് ആക്കി എഴുതാനാണ്. സ്റ്റോം, ക്ലൗഡ്സ്, ദ, സീ, വെയർ, ഡാർക്ക്, ബിഫോർ. ഇവയാണ് തന്നിരിക്കുന്ന വേർഡ്സ്. ഇവ യോജിപ്പിച്ച് അർത്ഥമുള്ളൊരു സെന്റൻസ് ആക്കി എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഡാർക്ക് ക്ലൗഡ്സ് were seen before the storm. Dark clouds were seen before the storm. 80ാമത്തെ ക്വസ്റ്റ്യൻ. The person who always has something negative to say. എപ്പോഴും നെഗറ്റീവ് മാത്രം പറയുന്ന വ്യക്തി. വൺ വേർഡ് എഴുതാനാണ്. ഓപ്ഷൻ എ ബോയന്റ്, ഓപ്ഷൻ ബി പാങ്ക്ലോഷ്യൻ, ഓപ്ഷൻ സി സാങ്ക്വിൻ, ഓപ്ഷൻ ഡി ഡെബി ഡോണർ. എപ്പോഴും നെഗറ്റീവ് മാത്രം പറയുന്ന പേഴ്സൺ ആണ് ഓപ്ഷൻ ഡി ഡെബി ഡോണർ. ദ പേഴ്സൺ ഹു ഓൾവേസ് ഹാസ് സംതിങ് നെഗറ്റീവ് ടു സേ ഈസ് ഡെബി ഡോണർ. ഇനി ബോയന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തിക്കാണ് ബോയന്റ് എന്ന് പറയുന്നത്. ഇനി പാങ്ക്ലോഷ്യൻ എന്ന് പറഞ്ഞാൽ അമിതമായ ശുഭാപ്തി വിശ്വാസം. പാങ്ക്ലോഷ്യൻ മീൻസ് അമിതമായ ശുഭാപ്തി വിശ്വാസം. ഇനി സാങ്ക്വിൻ മീൻസ് ഭാവിയിൽ നല്ലത് സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ശുഭാപ്തി വിശ്വാസി. ഭാവിയിൽ നല്ലത് സംഭവിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ശുഭാപ്തി വിശ്വാസിയാണ് സാങ്ക്വിൻ. അപ്പം നമ്മൾ ഇംഗ്ലീഷിലെ 20 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ PYQ അനാലിസിസ്, ന്യൂ SCRT ചാപ്റ്ററുകളുടെ ക്ലാസ്സുകൾ, ഇവയുടെ ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവയുടെ റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഇന്ന് നമുക്ക് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. അതും 20 എണ്ണം ഉണ്ട്. 81ാമത്തെ ചോദ്യം. അകത്ത് കടത്തുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? അകത്ത് കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ പ്രവേശിക്കുക, ഓപ്ഷൻ ബി ഭക്ഷിക്കുക, ഓപ്ഷൻ സി കടന്നിരിക്കുക, ഓപ്ഷൻ ഡി മോഷ്ടിക്കുക. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ഭക്ഷിക്കുക. അകത്ത് കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം ഭക്ഷിക്കുക. 82ാമത്തെ ചോദ്യം. ദ്രുതം എന്ന പദത്തിന്റെ വിപരീത പദം. ഓപ്ഷൻ എ അതിദ്രുതം, ഓപ്ഷൻ ബി അദ്രുതം,
ഓപ്ഷൻ സി മന്ദം, ഓപ്ഷൻ ഡി അമരം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മന്ദം. ദ്രുതം എന്ന പദത്തിന്റെ വിപരീതമാണ് മന്ദം. 83-ാമത്തെ ചോദ്യം, നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി നെല പ്ലസ് മണി. നെന്മണി എന്ന പദം പിരിച്ചെഴുതിയാൽ നെല പ്ലസ് മണി. 84-ാമത്തെ ചോദ്യം, ശത്രു എന്ന പദത്തിന്റെ പര്യായ പദം ഏത്? ഓപ്ഷൻ എ രുധിരം, ഓപ്ഷൻ ബി വൈരി, ഓപ്ഷൻ സി വൈഖരി, ഓപ്ഷൻ ഡി മഖം. ശത്രു എന്ന പദത്തിന്റെ പര്യായ പദം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വൈരി. ഇനി രുധിരം എന്നാൽ എന്താ അർത്ഥം? രക്തം. രുധിരം എന്നാൽ രക്തം. വൈഖരി എന്നാൽ ഇത് വാക്കിന്റെ അല്ലെങ്കിൽ സംസാരത്തിന്റെ ഒരു രൂപമാണ് വൈഖരി. വാക്കിന്റെ അല്ലെങ്കിൽ സംസാരത്തിന്റെ ഒരു രൂപമാണ് വൈഖരി. സ്പഷ്ടമായ വായ്മൊഴി എന്നാണ് അർത്ഥം വരുന്നത്, സ്പഷ്ടമായ വായ്മൊഴി. ഇനി മഖം എന്ന് പറഞ്ഞാൽ യാഗം എന്നാണ് അർത്ഥം. മഖം, യാഗം. 85-ാമത്തെ ചോദ്യം, ശരിയായ പദമേത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പ്രദക്ഷിണം. ശരിയായ പദം ഓപ്ഷൻ ഡി ആണ്, പ്രദക്ഷിണം. 86-ാമത്തെ ചോദ്യം, ഒരു കൈ നോക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻ എ കൈ കൊടുക്കുക, ഓപ്ഷൻ ബി ദാനം ചെയ്യുക, ഓപ്ഷൻ സി പരീക്ഷിക്കുക, ഓപ്ഷൻ ഡി കലാശം ചവിട്ടുക. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, പരീക്ഷിക്കുക. ഒരു കൈ നോക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് പരീക്ഷിക്കുക. ഇനി 87-ാമത്തെ ചോദ്യം, കൺ പ്ലസ് നീർ കണ്ണീർ എന്ന പദത്തിലെ സന്ധി ഏത്? കൺ പ്ലസ് നീർ കണ്ണീർ എന്ന പദത്തിലെ സന്ധി. ഓപ്ഷൻ എ ആഗമസന്ധി, ഓപ്ഷൻ ബി ലോപസന്ധി, ഓപ്ഷൻ സി ആദേശസന്ധി, ഓപ്ഷൻ ഡി ദ്വിത്വസന്ധി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആദേശസന്ധിയാണ്. കൺ പ്ലസ് നീർ കണ്ണീർ, ആദേശസന്ധി. ഇനി എന്താണ് ആദേശസന്ധി? രണ്ട് പദങ്ങൾ ചേരുമ്പോൾ ഒരു അക്ഷരത്തിന് പകരം മറ്റൊരു അക്ഷരം വരുന്നതിനെയാണ് ആദേശസന്ധി എന്ന് വിളിക്കുന്നത്. എന്താണ്? രണ്ട് പദങ്ങൾ ചേരുമ്പോൾ ഒരു അക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം വരുന്നതിനാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ന മാറി ന എന്ന അക്ഷരം വന്നു. കൺ പ്ലസ് നീർ കണ്ണീർ, ഇതിൽ ന മാറി ന വന്നു, അതുകൊണ്ടാണ് ആദേശസന്ധിയായത്. ഇനി ആഗമസന്ധി. രണ്ട് പദങ്ങൾ ചേരുമ്പോൾ പുതുതായി ഒരക്ഷരം ഇടയിൽ വന്ന് ചേർന്നതിനാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. ആഗമം എന്ന് പറഞ്ഞാൽ വരിക, ആഗമിക്കുക, വരിക. അപ്പം രണ്ട് പദങ്ങൾ ചേരുമ്പോൾ പുതുതായിട്ട് ഒരക്ഷരം ഇടയിൽ വന്ന് ചേർന്നതിനാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തിരു പ്ലസ് ഓണം തിരുവോണം, അവിടെ വ എന്ന അക്ഷരം കൂടുതൽ വന്നു. തിരു പ്ലസ് ആതിര തിരുവാതിര. ഇനി ലോപസന്ധി. രണ്ട് പദങ്ങൾ ചേരുമ്പോൾ ഒരക്ഷരം ഇല്ലാതായി പോകുന്നതാണ് ലോപസന്ധി. രണ്ട് പദങ്ങൾ ചേരുമ്പോൾ ഒരക്ഷരം ഇല്ലാതായി പോകുന്നത് അല്ലെങ്കിൽ ലോപിച്ചു പോകുന്നതാണ് ലോപസന്ധി. ഉദാഹരണം വന്നു പ്ലസ് എങ്കിൽ വന്നെങ്കിൽ, ഇവിടെ വന്നു എന്നുള്ളതിൽ ഉ എന്ന സ്വരം ലോപിച്ചു. വന്നു പ്ലസ് എങ്കിൽ വന്നെങ്കിൽ. കാണുന്നു പ്ലസ് ഇല്ല കാണുന്നില്ല. ഇനി ദ്വിത്വസന്ധി. രണ്ട് പദങ്ങൾ ചേരുമ്പോൾ ഒരക്ഷരം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. രണ്ട് പദങ്ങൾ ചേരുമ്പോൾ ഒരക്ഷരം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. ഉദാഹരണം കടൽ പ്ലസ് തീരം കടൽ തീരം, അവിടെ ത ഇരട്ടിച്ചു. 88-ാമത്തെ ചോദ്യം, ടു നിപ്പ് ഇൻ ദ ബഡ് എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ടു നിപ്പ് ഇൻ ദ ബഡ് എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ വളർത്തിയെടുക്കുക, ഓപ്ഷൻ ബി മുളയിലെ നുള്ളുക, ഓപ്ഷൻ സി മനസ്സിലാക്കുക, ഓപ്ഷൻ ഡി കൊയ്തെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മുളയിലെ നുള്ളുക. ടു നിപ്പ് ഇൻ ദ ബഡ് എന്ന ശൈലിയുടെ അർത്ഥമാണ് മുളയിലെ നുള്ളുക. 89-ാമത്തെ ചോദ്യം, ജിജ്ഞാസ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം. ഓപ്ഷൻ എ ആഗ്രഹമുള്ളവർ, ഓപ്ഷൻ ബി അറിയാൻ ആഗ്രഹമുള്ളവർ, ഓപ്ഷൻ സി ആശയുള്ളവർ, ഓപ്ഷൻ ഡി അറിയാനുള്ള ആഗ്രഹം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അറിയാനുള്ള ആഗ്രഹം.
ജിജ്ഞാസ എന്ന പദത്തിന്റെ അർത്ഥമാണ് അറിയാനുള്ള ആഗ്രഹം. 90ാമത്തെ ചോദ്യം, വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം. ഓപ്ഷൻ എ വിലാസിനി, ഓപ്ഷൻ ബി വിദുഷി, ഓപ്ഷൻ സി വിദ്യാനി, ഓപ്ഷൻ ഡി വിനീത. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വിദുഷി. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് വിദുഷി. 91ാമത്തെ ചോദ്യം, പൂരം ഡാഷ് പുരം നഗരം. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ മണിമാളിക, ഓപ്ഷൻ ബി വലിയ നഗരം, ഓപ്ഷൻ സി ആഘോഷം, ഓപ്ഷൻ ഡി ആനന്ദം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആഘോഷം. പൂരം എന്ന് പറഞ്ഞാൽ ആഘോഷം. പുരം നഗരം, പൂരം ആഘോഷം. 92ാമത്തെ ചോദ്യം, സാക്ഷികാരകമായ വിഭക്തി വിഭാഗം ഏത്? ഓപ്ഷൻ എ സംബന്ധിക, ഓപ്ഷൻ ബി ഉദ്ദേശിക, ഓപ്ഷൻ സി പ്രയോജിക, ഓപ്ഷൻ ഡി സംയോജിക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സംയോജിക. സാക്ഷികാരകമായ വിഭക്തി വിഭാഗമാണ് സംയോജിക. ഇനി എന്താണ് കാരകം? നാമപദങ്ങൾക്ക് ക്രിയാപദങ്ങളുള്ള ബന്ധം കുറിക്കുന്നതാണ് കാരകം. എന്താണ്? നാമപദങ്ങൾക്ക് ക്രിയാപദങ്ങളോടുള്ള ബന്ധം കുറിക്കുന്നതാണ് കാരകം. കാരകം 7 വിധമുണ്ട്. കർത്തൃകാരകം, കർമ്മകാരകം, സാക്ഷികാരകം, സ്വാമികാരകം, കരണകാരകം, കാരണകാരകം, അധികരണകാരകം. ഇങ്ങനെ 7 തരത്തിലുള്ള കാരകങ്ങളുണ്ട്. ആദ്യത്തേതാണ് കർത്തൃകാരകം. ഒരു ക്രിയ നടക്കുന്നതിന് ആധാരം കർത്താവാണ്. അതായത് ഒരു ക്രിയ ചെയ്യുന്നയാളാണ് കർത്താവ്. അപ്പോൾ ക്രിയാവ്യാപാരത്തിന് ആധാരമായി നിൽക്കുന്ന കർത്താവാണ് കർത്തൃകാരകം. കർത്തൃകാരകമെന്ന് കാണിക്കാൻ പ്രത്യേകിച്ച് പ്രത്യയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കർത്തൃകാരകം വരുന്നത് നിർദ്ദേശിക വിഭക്തിയിലാണ്. കർത്തൃകാരകം വരുന്നത് നിർദ്ദേശിക വിഭക്തി. ഉദാഹരണത്തിന് കുട്ടികൾ പാട്ട് പാടുന്നു. ഇതിൽ കർത്തൃകാരകം എന്ന് പറയുന്നത് കുട്ടികളാണ്. അതുപോലെ വിദ്യാർത്ഥികൾ പഠനം തുടരുന്നു. അവിടെ കർത്തൃകാരകം വിദ്യാർത്ഥികൾ. ഇനി അടുത്തത് കർമ്മകാരകം. ഒരു ക്രിയയുടെ ഫലത്തെ ആശ്രയിച്ച് നിൽക്കുന്ന വസ്തുവാണ് കർമ്മം. ഒരു ക്രിയയുടെ ഫലത്തെ ആശ്രയിച്ച് നിൽക്കുന്ന വസ്തുവാണ് കർമ്മം. ക്രിയയുടെ ഫലം അനുഭവിക്കുന്നതാണ് കർമ്മകാരകം. ക്രിയയുടെ ഫലം അനുഭവിക്കുന്നതാണ് കർമ്മകാരകം. കർമ്മകാരകമായ വിഭക്തി വിഭാഗമാണ് പ്രതിഗ്രാഹിക. കർമ്മകാരകമായ വിഭക്തി വിഭാഗം പ്രതിഗ്രാഹിക. ഇതിന്റെ വിഭക്തി പ്രത്യയമാണ് എ. ഉദാഹരണം, രാമൻ രാവണനെ കൊന്നു. ഇതിലെ കർമ്മകാരകം വരുന്നത് രാവണനെ. അവിടെ വരുന്ന വിഭക്തി പ്രത്യയം എ. അപ്പം പ്രതിഗ്രാഹിക വിഭക്തി. കർമ്മകാരകം പ്രതിഗ്രാഹിക വിഭക്തി. അധ്യാപകൻ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നു. അവിടെ എ എന്ന വിഭക്തി പ്രത്യയം വരുന്നുണ്ട്. ഇനി സാക്ഷികാരകം. ക്രിയ ചെയ്യുന്നതിൽ കർത്താവിന് സഹായകമായി നിൽക്കുന്നതാണ് സാക്ഷി. ക്രിയ ചെയ്യുന്നതിൽ കർത്താവിന് സഹായകമായി നിൽക്കുന്നതാണ് സാക്ഷി. ഉദാഹരണം, അച്ഛൻ മകളോട് പറഞ്ഞു. ഇവിടെ കർത്താവ് അച്ഛൻ, ക്രിയ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്ന ക്രിയ ചെയ്യാൻ സഹായകമായി നിൽക്കുന്നതാണ് മകൾ. അപ്പം ഇവിടുത്തെ സാക്ഷികാരകം മകളോട്. അച്ഛൻ മകളോട് പറഞ്ഞു. സാക്ഷികാരകമായ വിഭക്തി വിഭാഗം സംയോജികയാണ്. സാക്ഷികാരകമായ വിഭക്തി വിഭാഗം സംയോജിക. ഇതിന്റെ പ്രത്യയമാണ് ഓട്. അച്ഛൻ മകളോട് പറഞ്ഞു. നദി സമുദ്രത്തോട് ചേരുന്നു. ഇനി സ്വാമികാരകം. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആർക്കുതകുന്നുവോ അതാണ് സ്വാമികാരകം. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആർക്ക് ഉതകുന്നുവോ അതാണ് സ്വാമികാരകം. സ്വാമികാരകത്തിന്റെ വിഭക്തി വിഭാഗം ഉദ്ദേശികയാണ്. അതിന്റെ പ്രത്യയം വരുന്നത് ഇക്ക് ന്. ഉദാഹരണം, അമ്മ മകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു.
ഇവിടെ സ്വാമികാരകമായിട്ട് വരുന്നത് മകൾക്ക്. രോഹിത് ശരത്തിന് പുസ്തകം നൽകി. അവിടുത്തെ സ്വാമികാരകം ശരത്തിന്. അപ്പം ഇക്ക്, ന് എന്നിവയാണ് വിഭക്തി പ്രത്യയങ്ങൾ. വിഭക്തി വിഭാഗം ഉദ്ദേശിക. അടുത്തത് കരണകാരകം. ഒരു ക്രിയ നടത്തുവാൻ കർത്താവിനുതകുന്ന ഉപകരണമാണ് കരണകാരകം. ഒരു ക്രിയ നടത്തുവാൻ കർത്താവിനുതകുന്ന ഉപകരണമാണ് കരണകാരകം. ഉദാഹരണം, വടി കൊണ്ട് അടിക്കുന്നു. അപ്പം അടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? വടി. അതാണ് കരണകാരകം. ഇവിടുത്തെ പ്രത്യയം വരുന്നത് കൊണ്ട് ആണ്. അത് പ്രയോജിക വിഭക്തിയാണ്. അപ്പം കരണകാരകത്തിന്റെ വിഭക്തി വിഭാഗം പ്രയോജിക. അടുത്തത് കാരണകാരകം. ക്രിയ നടക്കുന്നതിനുള്ള കാരണമാണ് കാരണകാരകം. ക്രിയ നടക്കുന്നതിനുള്ള കാരണമാണ് കാരണകാരകം. ഉദാഹരണം, ദുഃഖത്താൽ മുഖമിരുണ്ടു. മുഖമിരുളാൻ കാരണം ദുഃഖമാണ്. അപ്പം ദുഃഖമാണ് ഇവിടുത്തെ കാരണകാരകം. ഇവിടുത്തെ പ്രത്യയം വരുന്നത് ആൽ. ആൽ എന്ന് പറഞ്ഞാലും പ്രയോജിക വിഭക്തി തന്നെയാണ്. അപ്പം കാരണകാരകത്തിൻ്റെയും വിഭക്തി വിഭാഗം പ്രയോജികയാണ്. കരണകാരകവും കാരണകാരകവും വിഭക്തി വിഭാഗം വരുന്നത് പ്രയോജിക. ഇനി അധികരണകാരകം. ക്രിയയ്ക്ക് ആധാരമായി തീരുന്നതാണ് അധികരണകാരകം. ക്രിയയ്ക്ക് ആധാരമായി തീരുന്നതാണ് അധികരണകാരകം. ഉദാഹരണം, സ്കൂളിൽ പോകുന്നു, വാഹനത്തിൽ സഞ്ചരിക്കുന്നു. ഇവിടെ വരുന്ന വിഭക്തി പ്രത്യയം ഇൽ, കൽ എന്നിവയാണ്. ഇത് ആധാരിക വിഭക്തിയാണ്. അപ്പം അധികരണകാരകം വരുന്നത് ആധാരിക വിഭക്തി. ഇനി ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ വരുമായിരിക്കും. നമ്മൾക്ക് ഗ്രാമർ ചോദിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇത്രയെല്ലാം വിശദമായിട്ട് പഠിച്ചില്ലെങ്കിൽ കൂടി ഇതിൻ്റെ ഓരോ കാരകവും ഏത് വിഭക്തി വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതെങ്കിലും നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരകവും അതിൻ്റെ വിഭക്തി വിഭാഗങ്ങളും നമുക്ക് ഷോർട്ടായിട്ടൊന്ന് പഠിക്കാം. കർത്തൃകാരകം നിർദ്ദേശിക വിഭക്തി, അതിന് പ്രത്യേകിച്ച് പ്രത്യയങ്ങളൊന്നുമില്ല. കർമ്മകാരകം പ്രതിഗ്രാഹിക വിഭക്തി, പ്രത്യയം എ. സാക്ഷികാരകം സംയോജിക വിഭക്തി, പ്രത്യയം ഓട്. സ്വാമികാരകം ഉദ്ദേശിക വിഭക്തി, പ്രത്യയം ഇക്ക്, ന്. കരണകാരകം പ്രയോജിക വിഭക്തി, അതിന് പ്രത്യയം വരുന്നത് കൊണ്ട്. കാരണകാരകം പ്രയോജിക വിഭക്തി തന്നെയാണ്, അതിൻ്റെ പ്രത്യയം വരുന്നത് ആൽ. അധികരണകാരകം ആധാരിക വിഭക്തി, പ്രത്യയം വരുന്നത് ഇൽ, കൽ. 93-ാമത്തെ ചോദ്യം, മുൻ വിനയിച്ചതിന് ഉദാഹരണം. ഓപ്ഷൻ എ വരാൻ പറഞ്ഞു, ഓപ്ഷൻ ബി ഓടിക്കയറി, ഓപ്ഷൻ സി കാൺകിൽ വരാം, ഓപ്ഷൻ ഡി കേൾക്കെ കണ്ടു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഓടിക്കയറി. മുൻ വിനയിച്ചതിന് ഉദാഹരണമാണ് ഓടിക്കയറി. ഇനി നമുക്ക് പേരച്ചം, വിനയച്ചം ഇവ എന്താണെന്ന് നോക്കാം. ഒരു നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് പേരച്ചം. ഒരു നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ, അതാണ് പേരച്ചം. അത് നമുക്ക് ആ പേരുമായിട്ട് കണക്ട് ചെയ്യാം. പേര് എന്ന് പറഞ്ഞാൽ നാമമാണ്, പേരെന്ന് പറഞ്ഞാൽ നാമമാണ്. അപ്പം ഒരു നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ പേരച്ചം. ഉദാഹരണം പറഞ്ഞാൽ നിൽക്കുന്ന കുട്ടി. നിൽക്കുന്ന എന്നതൊരു അപൂർണ ക്രിയയാണ്, കുട്ടി എന്നതൊരു നാമമാണ്. അപ്പം ഒരു നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ പേരച്ചം. നിൽക്കുന്ന കുട്ടി, ഓടുന്ന വണ്ടി, പറക്കുന്ന പക്ഷി, വാടിയ പൂവ്, അങ്ങനെ. ഇനി എന്താണ് വിനയച്ചം? ഒരു ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ. ഒരു ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് വിനയച്ചം. ഉദാഹരണം, കടിച്ചു തിന്നു. തിന്നു എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്, കടിക്കുക എന്ന് പറയുന്നതും ഒരു ക്രിയയാണ്. അപ്പം കടിച്ചു തിന്നു, കരഞ്ഞു പറഞ്ഞു, ഉറങ്ങാൻ കിടന്നു, കഴിക്കാനിരുന്നു, എക്സെട്ര. ഒരു നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ പേരച്ചം, ഒരു ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ വിനയച്ചം. ഇനി ഈ വിനയച്ചം
5 വിധമുണ്ട്. അതിലൊന്നായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം എന്നിങ്ങനെ 5 വിധത്തിലുള്ള വിനയച്ചമുണ്ട്. ആദ്യത്തേത് മുൻവിനയച്ചം. പ്രധാന ക്രിയയ്ക്ക് മുമ്പ് നടക്കുന്ന അപ്രധാന ക്രിയയാണ് മുൻവിനയച്ചം. പ്രധാന ക്രിയയ്ക്ക് മുമ്പ് നടക്കുന്ന അപ്രധാന ക്രിയയാണ് മുൻവിനയച്ചം. മുന്നേ നടക്കുന്നത് മുൻവിനയച്ചം. ഉദാഹരണം, കുട്ടി പഠിച്ച് ജയിച്ചു. ഇതിൽ പൂർണ്ണക്രിയ ഏതാണ്? ജയിച്ചു. അതിനു മുന്നേ കുട്ടി പഠിച്ചായിരുന്നു, അല്ലേ? കുട്ടി ജയിക്കുന്നതിന് മുന്നേ പഠിച്ചായിരുന്നു. അപ്പോൾ പഠിച്ച് എന്നുള്ളത് അപൂർണക്രിയയും ജയിച്ചു എന്നുള്ളത് പൂർണ്ണക്രിയയും. കുട്ടി പഠിച്ച് ജയിച്ചു എന്നുള്ളതൊരു മുൻവിനയച്ചമാണ്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ പിടിച്ചു കെട്ടി. പിടിച്ചതിന് ശേഷമാണ് കെട്ടിയത്. എടുത്തെറിഞ്ഞു. എടുത്തതിന് ശേഷമാണ് എറിഞ്ഞത്. ഇനി പിൻവിനയച്ചം. പ്രധാന ക്രിയയ്ക്ക് ശേഷം അപ്രധാന ക്രിയ നടക്കുന്നതാണ് പിൻവിനയച്ചം. പ്രധാന ക്രിയയ്ക്ക് ശേഷം അപ്രധാന ക്രിയ നടക്കുന്നതാണ് പിൻവിനയച്ചം. പ്രധാന ക്രിയയ്ക്ക് മുൻപ് അപ്രധാന ക്രിയ നടന്നാൽ അത് മുൻവിനയച്ചം. പ്രധാന ക്രിയയ്ക്ക് ശേഷം അപ്രധാന ക്രിയ നടന്നാൽ അത് പിൻവിനയച്ചം. പിന്നാലെ നടക്കുന്നത്. മുൻപേ നടക്കുന്നത് മുൻവിനയച്ചം, പിന്നാലെ നടക്കുന്നത് പിൻവിനയച്ചം. ഇതിന് ഉദാഹരണം പറഞ്ഞാൽ കുട്ടി പഠിക്കാൻ പോയി. ഇവിടെ പൂർണ്ണക്രിയ ഏതാ? പോയി. അപൂർണക്രിയയാണ് പഠിക്കാൻ. അപ്പം പോയി എന്ന പൂർണ്ണക്രിയ നടന്നതിന് ശേഷമാണ് പഠിക്കുക എന്ന അപൂർണക്രിയ നടക്കുന്നത്. അപ്പം കുട്ടി പഠിക്കാൻ പോയി. പോയതിനു ശേഷമാണ് പഠിക്കുന്നത്. ഇതാണ് പിൻവിനയച്ചം. ഇനി ക്രിയാധാതുവിന് ശേഷം ആൻ എന്ന പ്രത്യയം ചേർന്ന് വരുന്നു. അപ്പം പിൻവിനയച്ചം കണ്ടാൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ക്രിയാധാതുവിന് ശേഷം ആൻ എന്ന പ്രത്യയം വരുന്നു. ഇവിടെ പഠിക്കുക എന്ന ക്രിയാധാതുവിൻ്റെ കൂടെ ആൻ വരുന്നു. അപ്പം പഠിക്കാൻ, കുട്ടി പഠിക്കാൻ പോയി. ഇനി വരാൻ പറഞ്ഞു. പറഞ്ഞതിന് ശേഷമാണ് വന്നത്. അതുപോലെ വരിക എന്ന ക്രിയാധാതുവിൻ്റെ കൂടെ ആൻ ചേർത്തിട്ടുണ്ട്. വരാൻ പറഞ്ഞു. കുളിക്കാൻ പോയി. തൊഴാൻ പോയി. ഇനി അടുത്തതാണ് തൻവിനയച്ചം. പൂർണ്ണക്രിയയും അപൂർണക്രിയയും ഒരേ സമയത്ത് നടക്കുന്നതാണ് തൻവിനയച്ചം. എന്താണ്? പൂർണ്ണക്രിയയും അപൂർണക്രിയയും ഒരേ സമയത്ത് നടക്കുന്നത്. അതാണ് തൻവിനയച്ചം. മുൻപേ നടക്കുന്നത് മുൻവിനയച്ചം, പിന്നാലെ നടക്കുന്നത് പിൻവിനയച്ചം, രണ്ടും ഒന്നിച്ച് നടക്കുന്നത് തൻവിനയച്ചം. ഇനി ഇവിടെ 2 പ്രത്യയങ്ങൾ വരുന്നുണ്ട്. എ, അവേ. അപ്പം പിൻവിനയച്ചം കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കും? ക്രിയാധാതുവിൻ്റെ കൂടെ ആൻ എന്ന പ്രത്യയം കാണും. അതുപോലെ തന്നെ തൻവിനയച്ചം കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് അതിൽ എ അല്ലെങ്കിൽ അവേ എന്ന പ്രത്യയങ്ങൾ കാണും. ഉദാഹരണം, പോകവേ കണ്ടു. അപ്പം പോകുന്നതും കാണുന്നതും ഒരേ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. അവിടെ അവേ എന്നുള്ള പ്രത്യയം വന്നിട്ടുണ്ട്. പോകവേ കണ്ടു. ഉറങ്ങവേ ചിരിച്ചു. ഇനി നടുവിനയച്ചം. ഒരു വാക്യത്തിന്റെ മധ്യഭാഗത്ത് വരുന്ന ഒരു ക്രിയ ക, ഇക്ക എന്നീ പ്രത്യയങ്ങളിൽ അവസാനിക്കുന്നുവെങ്കിൽ അതാണ് നടുവിനയച്ചം. എന്താണ്? ഒരു വാക്യത്തിന്റെ മധ്യഭാഗത്ത് വരുന്ന ഒരു ക്രിയ ക, ഇക്ക എന്നീ പ്രത്യയങ്ങളിൽ അവസാനിക്കുന്നുവെങ്കിൽ അത് നടുവിനയച്ചം. ഉദാഹരണം പറഞ്ഞാൽ സൂര്യൻ കിഴക്കുദിക്കുക പതിവാണ്. അവിടെ ഉദിക്കുക എന്ന ക്രിയ അത് വാക്യത്തിന് നടുവിലാണ് വന്നത്. അത് കായിലാണ് അവസാനിക്കുന്നത്. അപ്പം സൂര്യൻ കിഴക്ക് ഉദിക്കുക പതിവാണ്. രാവിലെ ഉണരുക നല്ല ശീലമാണ്. അപ്പം ഒരു വാക്യത്തിന്റെ മധ്യഭാഗത്ത് വരുന്ന ഒരു ക്രിയ ക, ഇക്ക എന്നീ പ്രത്യയങ്ങളിൽ അവസാനിക്കുന്നുവെങ്കിൽ അത് നടുവിനയച്ചം. ഇനി പാക്ഷിക വിനയച്ചം. ഒരു ക്രിയ നടക്കുമെങ്കിൽ മറ്റൊരു ക്രിയ കൂടി നടക്കുമെന്ന് കാണിക്കുന്നതാണ് പാക്ഷിക വിനയച്ചം. ഒരു ക്രിയ നടക്കുമെങ്കിൽ മറ്റൊരു ക്രിയ കൂടി നടക്കുമെന്ന് കാണിക്കുന്നതാണ് പാക്ഷിക വിനയച്ചം. ഇതിന്റെ പ്രത്യയമാണ് ആൽ.
ഉദാഹരണം തന്നാൽ തിന്നാം, പഠിച്ചാൽ ജയിക്കും, വിളിച്ചാൽ പോകും. അപ്പോൾ ഒരു ക്രിയ നടക്കുമെങ്കിൽ മറ്റൊരു ക്രിയ കൂടി നടക്കുമെന്ന് കാണിക്കുന്നതാണ് പാക്ഷിക വിനയിച്ചം. അതിൻ്റെ പ്രത്യയം ആലാണ്. ഉദാഹരണം തന്നാൽ തിന്നാം, പഠിച്ചാൽ ജയിക്കും, വിളിച്ചാൽ പോകും, ഓടിയാൽ വീഴും. അപ്പം നമ്മൾ 5 വിധത്തിലുള്ള വിനയച്ചം പഠിച്ചു. ഇനി തന്നിരിക്കുന്ന ബാക്കി ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് എന്താ? വരാൻ പറഞ്ഞു. അതിൽ ആൻ എന്നൊരു പ്രത്യയം വന്നിട്ടുണ്ട്. അതേത് വിനയച്ചമാണ്? പിൻവിനയച്ചം. വരാൻ പറഞ്ഞു, പിൻവിനയച്ചം. ഇനി ഓപ്ഷൻ സി കാൺകിൽ വരാം. അവിടെ ഒരു ക്രിയ നടക്കുമെങ്കിൽ മറ്റൊരു ക്രിയ കൂടി നടക്കുമെന്ന് പറയുന്നതാണ് പാക്ഷിക വിനയച്ചം. അപ്പോൾ കാൺകിൽ വരാം എന്നുള്ളത് പാക്ഷിക വിനയച്ചമാണ്. ഓപ്ഷൻ ഡി കേൾക്കെ കണ്ടു. പൂർണ്ണക്രിയയും അപൂർണക്രിയയും ഒരേ സമയം നടക്കുന്നതാണ് തൻവിനയച്ചം. അപ്പം കേൾക്കെ കണ്ടു എന്ന് പറയുന്നത് തൻവിനയച്ചത്തിന് ഉദാഹരണമാണ്. 94ാമത്തെ ചോദ്യം, ഒറ്റപ്പദം എഴുതുക. അന്യദേശത്തുള്ളവൻ. ഓപ്ഷൻ എ അനന്യൻ, ഓപ്ഷൻ ബി അന്യൻ, ഓപ്ഷൻ സി ദേശികൻ, ഓപ്ഷൻ ഡി പരദേശി. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പരദേശി. അന്യദേശത്തുള്ളവൻ, ഒറ്റപ്പദം, പരദേശി. 95ാമത്തെ ചോദ്യം, പിരിച്ചെഴുതുക. ഇക്കാര്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇ പ്ലസ് കാര്യം. ഇക്കാര്യം, ഇ പ്ലസ് കാര്യം. 96ാമത്തെ ചോദ്യം, കൊടിക്കൂറ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമേത്? ഓപ്ഷൻ എ ഖേദനം, ഓപ്ഷൻ ബി കേദനം, ഓപ്ഷൻ സി കേസരി, ഓപ്ഷൻ ഡി കേസരം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കേദനം. കൊടിക്കൂറ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് കേദനം. ഇനി ഓപ്ഷൻ എ ഖേദനം എന്ന് പറഞ്ഞാൽ മുറിക്കൽ അല്ലെങ്കിൽ നശിപ്പിക്കൽ എന്നാണ് അർത്ഥം. ഓപ്ഷൻ സി കേസരി സിംഹം, ഓപ്ഷൻ ഡി കേസരം പൂവിൻ്റെ ഉള്ളിലെ മഞ്ഞ നിറത്തിലുള്ള ഭാഗമാണ് കേസരം. 97ാമത്തെ ചോദ്യം, ശരിയായ പദമേത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി അഖിലേശൻ. 98ാമത്തെ ചോദ്യം, ചെമ്പ് തെളിയുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം? ആൻസർ വരുന്നത് ഓപ്ഷൻ എ സത്യം പുറത്താകുക. ചെമ്പ് തെളിയുക, സത്യം പുറത്താകുക. 99 കൂപം എന്ന പദത്തിൻ്റെ അർത്ഥം? ഓപ്ഷൻ എ തവള, ഓപ്ഷൻ ബി കൃഷി, ഓപ്ഷൻ സി കിണർ, ഓപ്ഷൻ ഡി കൊതുക്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി കിണർ. കൂപം എന്ന പദത്തിൻ്റെ അർത്ഥം കിണർ. 100ാമത്തെ ചോദ്യം, ഓഫ് ആൻഡ് ഓൺ ഈ ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ എ വല്ലപ്പോഴും, ഓപ്ഷൻ ബി പുറത്തിരിക്കുക, ഓപ്ഷൻ സി മറക്കുക, ഓപ്ഷൻ ഡി നഷ്ടപ്പെടുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ വല്ലപ്പോഴും. ഓഫ് ആൻഡ് ഓൺ ഈ ശൈലിയുടെ അർത്ഥമാണ് വല്ലപ്പോഴും. അപ്പം നമ്മൾ ഇന്ന് 38/2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും 20 മലയാളം ക്വസ്റ്റ്യൻസുമാണ് നോക്കിയത്. പുതിയ ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.